Good evening. Today നമ്മൾ ഡീൽ ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് കൺസംഷൻ മൈക്രോ എക്കണോമിക് തിയറിയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ടൈറ്റിൽ ഓഫ് ദി ടോപ്പിക് ഈസ് കൺസംഷൻ. ഓക്കെ, നമുക്കറിയാം കൺസംഷനിൽ മെയിനായിട്ട് നമ്മൾ കൺസംഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കൺസംഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം മെയിനായിട്ട് 4 കൺസംഷൻ ഹൈപ്പോത്തസിസ് ആണ് നമുക്കുള്ളത്. Absolute income hypothesis, relative income hypothesis, life cycle hypothesis and permanent income hypothesis. അപ്പോൾ ഈ സെഷനിൽ ഞാൻ മെയിൻലി ഡീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഹൈപ്പോത്തസിസ്, നമ്മുടെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസും അതേപോലെ തന്നെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് കൺസംഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് കൺസംഷൻ? നമുക്കറിയാം, നമ്മൾ ഈ വേർഡ് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺസംഷൻ എന്ന് പറയുമ്പോഴേക്കും ബേസിക്കലി എന്താണ്, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ഒരു സർവീസ് കൺസ്യൂം ചെയ്യുന്നതാവാം. അപ്പം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പം ഇക്കണോമിക് ടേംസിൽ കൺസംഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ എ ഹൗസ് ഹോൾഡ്. ഒരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു സർവീസസ് യൂസ് ചെയ്യണതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാവാം, അതല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യണതാവാം, അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ അക്വയർ ചെയ്യണതാവാം. ഇതെല്ലാമാണ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി കൺസംഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സാറ്റിസ്ഫൈങ് ഹ്യൂമൻ നീഡ്സ്. ആൻഡ് ഇത് നമ്മളുടെ എന്താ പറയുക, നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നോക്കുവാണെങ്കിൽ GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴേക്കും കൺസംഷൻ ഫംഗ്ഷൻ ഈസ് നത്തിങ് മോർ ദാൻ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം. ഓക്കെ, അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ളൊരു ബേസ് റിലേഷൻഷിപ്പ് ആണ് കൺസംഷൻ ഫംഗ്ഷൻ കൊണ്ട് പറയുന്നത്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു RJ ലിപ്സിയുടെ പ്രകാരം കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം. അപ്പൊ നമ്മൾ ഇക്വേഷൻ വൈസ് പറയുവാണെങ്കിൽ C is equal to ഫംഗ്ഷൻ ഓഫ് Y. C എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, Y എന്ന ഫംഗ്ഷൻ, F ഫംഗ്ഷൻ ആൻഡ് Y is ഇൻകം. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴേക്കും കൺസംഷൻ ഫംഗ്ഷൻ ഓർ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം മീൻസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കൺസംഷൻ ആൻഡ് ഗ്രോസ് ഇൻകം. ഓർത്തിരിക്കണം, ടോട്ടൽ കൺസംഷനും ഗ്രോസ് ഇൻകവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൽ തന്നെ നമുക്ക് ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ, അതായത് നമുക്കറിയാം ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ ലീനിയാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസംഷൻ ഫംഗ്ഷൻ നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള കൺസംഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇഫ് ദ സ്ലോപ്പ് ഓഫ് കൺസംഷൻ കർവ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലെങ്ത്, അതായത് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ നമുക്കിപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ ഓരോ കർവ് അടിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സ്ലോപ്പ് ഉണ്ട്. അപ്പം അതേപോലെ നമ്മുടെ കൺസംഷൻ ഫംഗ്ഷന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതാണ് നമ്മളുടെ കൺസംഷൻ ഫംഗ്ഷന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, MPC. അപ്പോൾ ഇവിടെ MPC കോൺസ്റ്റന്റ് ആവുമ്പോഴേക്കും നമുക്ക് ഒരു ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് C is equal to A plus BY എന്നുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ വരച്ചെടുക്കുന്ന കൺസംഷൻ ഫംഗ്ഷൻ. നമ്മുടെ ഗ്രാഫ് നോക്കുമ്പോഴേക്കും കുറച്ചും കൂടി ക്ലിയർ ആവും. ആൻഡ് ഇവിടെ ഇക്വേഷനിൽ A എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോണോമസ് കൺസംഷൻ ആണ്. ഓക്കെ, ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓട്ടോണോമസ് കൺസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇൻകം ഇല്ലെങ്കിലും നമുക്ക് കൺസ്യൂം ചെയ്യാണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഇൻകം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലിവിങ്ങിനുള്ള ഫുഡോ അല്ലെങ്കിൽ ഡേ ടു ഡേ ലിവിങ്ങിലുള്ള നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ വിത്ത് ബോറോഡ് മണി ആണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പൊ ആ ഒരു ഇതിനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ B എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ആൻഡ് YD റെപ്രസെന്റ്സ് ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയും. അതായത് നമ്മുടെ
ടാക്സസും അതേപോലെ ബാക്കിയുള്ള എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന ഇൻകത്തിനാണ്, ഇൻഡിവിജ്വലിന്റെ കയ്യിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഇൻകത്തിനാണ് ഡിസ്പോസിബിൾ ഇൻകം. അതായത് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് അയാളുടെ നീഡ്സിനനുസരിച്ച് ചെലവാക്കാനായിട്ടുള്ള ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഇൻകം ആണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ആഫ്റ്റർ ടാക്സ് ഡിഡക്ഷനും ബാക്കിയുള്ള പേയ്മെന്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇൻകം ലെഫ്റ്റ് ഓവർ വിത്ത് ദ ഇൻഡിവിജ്വൽ, അതാണ് ഡിസ്പോസിബിൾ ഇൻകം. അപ്പൊ നമ്മൾ കൺസംഷന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇൻ ദ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും, as usual x axis represents income and y axis represents consumption. X axis represents income in എന്താണ് ഡിസ്പോസിബിൾ ഇൻകം ആണ് x axis റെപ്രസെന്റ് ചെയ്യുന്നത്, and y axis represents the consumption in goods. ഓക്കെ, നമ്മുടെ CC എന്നുള്ള ഒരു കർവ് ആണ് കൺസംഷൻ ലൈൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, CC എന്ന് പറയുന്നത്. ആൻഡ് y എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഒറിജിൻ ദർ ഈസ് എ ലൈൻ സ്റ്റേറ്റഡ് as y, ആൻഡ് ആ ലൈൻ പറയുന്നത് എന്താണ്, ഇൻകം ലൈൻ ആണ്. 45 ഡിഗ്രി സ്ട്രേറ്റ് ലൈൻ ഷോസ് ദ ഇൻകം കർവ്. ഓക്കെ, ആൻഡ് നമുക്ക് കാണാൻ പറ്റും ടിൽ പോയിന്റ് ഇ വരെ എന്താ സംഭവിക്കുന്നത്, y കർവ് അല്ലെങ്കിൽ ഇൻകം കർവ് ഇസ് ബിലോ ദി കൺസംഷൻ കർവ്. അതായത് നമുക്ക് ഇൻകം കൺസംഷന്റെ അത്രയും കിട്ടുന്നില്ല, നമ്മൾ സി വരെ നമ്മൾ ടിൽ പോയിന്റ് സി വരെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻകം ഈസ് ലെസ് ദാൻ ദി കൺസംഷൻ. ബട്ട് ആ ഒരു പോയിന്റിൽ നമുക്ക് എന്താണ് കൺസംഷൻ ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. വി ആർ കൺസ്യൂമിങ് ഈവൻ ദോ അവർ ഇൻകം ഇസ് ലോ. നമ്മുടെ ഇൻകം ലോ ആണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ലെവലിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്, അതായത് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ സി ബാർ എന്ന് പറഞ്ഞുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ടിൽ പോയിന്റ് ഇ വരെ വി ആർ ഹാവിംഗ് ഡിസ് സേവിങ്, അതായത് നമുക്ക് സേവിങ്സ് ഒന്നുമില്ല, നമുക്ക് ഈവൻ കൺസംഷനുള്ള ഇൻകം പോലും ഇല്ല. അപ്പൊ നമ്മൾ ബോറോഡ് മണി വെച്ചിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുവാണ്. അപ്പൊ നമുക്ക് സേവിങ്ങും ഇല്ല, ഡിസേവിംഗ് ആണ് ടിൽ പോയിന്റ് ഇ വരെ. ആൻഡ് ആഫ്റ്റർ പോയിന്റ് ഇ, അറ്റ് പോയിന്റ് ഇയിൽ എന്താ സംഭവിക്കുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് സംഭവിച്ചേക്കുന്നത്, അതായത് കൺസംഷൻ ഇസ് ഈക്വൽ ടു ഇൻകം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ പോയിന്റ് ഇ എന്താണ്, വി ആർ ഹാവിംഗ് സേവിങ്, അതായത് കൺസംഷൻ ലൈൻ ഈസ് ഫോളിംഗ് ബിലോ ദി ഇൻകം ലൈൻ. ഇൻകം ലൈൻ മേലോട്ടും കൺസംഷൻ ലൈൻ അവിടെ താഴെയുമായിട്ടാണ് നിൽക്കുന്നത്. അതായത് കൺസംഷനേക്കാൾ നമുക്ക് കൺസംഷൻ കഴിഞ്ഞാലും വി ആർ ഹാവിംഗ് ലെഫ്റ്റ് ഓവർ ഇൻകം വിത്ത് us. കൺസംഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഇൻകം ബാക്കിയുണ്ട്. അപ്പൊ ആ ഇൻകം നമ്മൾ എന്താണ് സേവ് ചെയ്യുവാണ്, അപ്പോഴാണ് അവിടെ സേവിങ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കൺസംഷൻ കർവ് അല്ലെങ്കിൽ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം ഗ്രാഫിക്കലി. അപ്പൊ CC എന്ന് പറയുന്നതാണ് കൺസംഷൻ ലൈൻ, ആൻഡ് CCക്ക് ഓൾവേസ് സ്റ്റാർട്ട്സ് അബവ് ദി ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ഒരു സർട്ടൻ ഗ്യാപ്പ് വിട്ടിട്ടാണ് എപ്പോഴും കൺസംഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്യാപ്പാണ് നമ്മുടെ ഓട്ടോണമസ് സേവിങ്, ആൻഡ് ഈ സി കർവിന്റെ സ്ലോപ്പാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. നമ്മൾ ബി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു ഇതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ആൻഡ് y എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ, അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഇത്രയുമാണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ഹൈപ്പോത്തസിസ്, കൺസംഷൻ ഹൈപ്പോത്തസിസ്. നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ആണ് നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ വരുന്നത്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ്. The theory was given by Keynes in the 1936. J.M. Keynes provide ചെയ്തിരിക്കുന്ന തിയറിയാണ് in the year 1936, also known as fundamental psychological law or Keynes psychological law of consumption. അതായത് ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ് അദ്ദേഹം ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ടാണ് Keynes psychological law of consumption എന്ന് പറയുന്നത്. And another important aspect is that it is a short run consumption function ആണ്. ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ വിച്ച് ഈസ് ലീനിയർ ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ആൻഡ് ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ് ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. സോ ഇക്വേഷൻ സെയിം ആസ് ബിഫോർ, C is equal to A plus BY. A is autonomous consumption, B marginal propensity to consume, and Y is disposable income. So നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, according to Keynes, when income increases, consumption also increases, but not in the same proportion. അതാണ്
ഈ തിയറിയുടെ മെയിൻ ഹൈലൈറ്റ്. അതായത് നമ്മളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അതായത് അസ്യൂം ദാറ്റ് യുവർ ഇൻകം ഈസ് ഇൻക്രീസിങ് ഫ്രം 5,000 to 10,000. ഒരു 10,000 റുപ്പീസ് ആയിട്ട് നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ്. 5,000 ആയിരുന്നു നിങ്ങളുടെ ഇൻകം, 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഒരു 5,000 റുപ്പീസിന്റെ ഹൈക്കാണ് നിങ്ങളുടെ ഇൻകത്തിന് സംഭവിച്ചത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു യുവർ കൺസംഷൻ? കൺസംഷൻ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൺസംഷനും ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് നിങ്ങൾക്ക് 5,000 റുപ്പീസ് എക്സ്ട്രാ കിട്ടുവാണ് പെർ മന്ത്. അപ്പോൾ 5,000 റുപ്പീസ് എക്സ്ട്രാ കിട്ടുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എന്താണ്, നിങ്ങളുടെ കൺസംഷൻ പാറ്റേൺ ഓൾസോ ചേഞ്ചസ്, നിങ്ങളുടെ കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്. ബട്ട് ആ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നത് സെയിം 5,000 റുപ്പീസ് ആയിട്ടല്ല ഇൻക്രീസ് ചെയ്യുന്നത്. ബിക്കോസ് 5,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ അതിനകത്തൊരു 2,000 അല്ലെങ്കിൽ 3,000 റുപ്പീസ് ആയിരിക്കും കൺസംഷൻ എക്സ്ട്രാ കൂട്ടുന്നത്. ബാക്കിയുള്ള 2,000 റുപ്പീസ് യു വിൽ ബി സേവിങ്. അപ്പോൾ ഇവിടെ നോട്ട് ഇൻ ദ സെയിം പ്രൊപ്പോർഷനായിട്ടാണ് നിങ്ങളുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് കൺസംഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ എ നോൺ പ്രൊപ്പോർഷണൽ മാനർ. നോൺ പ്രൊപ്പോർഷണൽ മാനർ ആയിട്ടാണ് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. കൺസംഷൻ ഇൻക്രീസിങ് ഇൻ എ നോൺ പ്രൊപ്പോർഷണൽ മാനർ ആൻഡ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഓവർ ടൈം. ഓക്കെ, റിവേഴ്സിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇൻകം കുറയുവാണെങ്കിൽ, ഇഫ് യുവർ ഇൻകം ഇസ് റെഡ്യൂസിങ് ടു ഒരു 8,000 10,000 കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ആ 10,000-ൽ നിന്ന് നിങ്ങളുടെ ഇൻകം ഒരു 8,000 ആയിട്ട് കുറയുവാണ്. 2,000 അവിടെ കട്ട് ചെയ്യുവാണ്. 2,000 കട്ട് ചെയ്തിട്ട് ഒരു 8,000 ആയിട്ട് നിങ്ങളുടെ ഇൻകം കുറയുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങളുടെ കൺസംഷനും അതനുസരിച്ച് കുറയും. അപ്പോൾ ഇൻകം കൂടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്. ഇൻകം കുറയുവാണെങ്കിൽ അതനുസരിച്ച് കൺസംഷനും കുറയും. പക്ഷേ ഇതെല്ലാം നോൺ പ്രൊപ്പോർഷണൽ ആയിട്ടാണ്, സെയിം അളവിൽ തന്നെ. ഇപ്പം ഇൻകം 2,000 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് അതേ 2,000 ആയിട്ട് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. കൺസംഷൻ അപ്പോൾ എന്താണ്, ഒരു 1,000 ആയിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ആ നോൺ പ്രൊപ്പോർഷണാലിറ്റി ഫീച്ചർ, അതാണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൽ ജെ.എം. കെയ്ൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകം ഇൻക്രീസസ് ബട്ട് ഇൻ എ നോൺ പ്രൊപ്പോർഷണൽ മാനർ. അപ്പോൾ there are some main features of this theory. അതായത് മെയിൻ ഫീച്ചർ ആയിട്ട് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് റൺ തിയറിയാണ്. ഓൾവേസ് കെയ്ൻസ് പ്രൊപ്പൗണ്ടഡ് ദി ഷോർട്ട് റൺ തിയറി. ആൻഡ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? MPC റിമെയിൻസ് കോൺസ്റ്റന്റ് ആസ് Y ഇൻക്രീസസ്. അതായത് സ്ലോപ്പ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം റിമെയിൻസ് കോൺസ്റ്റന്റ് ആസ് ഇൻകം ഇൻക്രീസസ്. ബട്ട് എന്താണ്? APC falls as Y increases. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ചെയ്യാനായിട്ടുള്ള ആവറേജ് പ്രൊപ്പൻസിറ്റി കുറയുന്നു. ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷൻ കൂടുകയല്ല ചെയ്യുന്നത്, അത് കുറയുന്നു. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. MPC റിമെയിൻസ് കോൺസ്റ്റന്റ് ബട്ട് APC falls. ആൻഡ് ഇതൊരു എംപിരിക്കൽ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. എംപിരിക്കൽ ഇൻ ദ സെൻസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആണ്. കൂടുതലും ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലോ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കൺസംഷൻ ഫംഗ്ഷൻ ആണ് ഈ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു കെയ്ൻസ് ഹി അസ്യൂംഡ് ദാറ്റ് കറന്റ് ലെവൽ ഓഫ് കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറന്റ് ആൻഡ് അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം. ഒരു വ്യക്തിയുടെ കറന്റ് ആൻഡ് അബ്സല്യൂട്ട് ഇൻകത്തിന് ബേസ് ചെയ്തിട്ടാണ് കൺസംഷൻ ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. കറന്റ് ലെവൽ ഓഫ് കൺസംഷൻ, ഇപ്പോഴത്തെ ലെവൽ ഓഫ് കൺസംഷനെ പറ്റിയാണ്, പ്രസന്റ് കാര്യമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കറന്റ് ലെവൽ ഓഫ് കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ കറന്റ് ആൻഡ് അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം. ദെൻ ഹി ഓൾസോ അസ്യൂംഡ് ദാറ്റ് കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ് ഇസ് റിവേഴ്സിബിൾ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് കൺസ്യൂമേഴ്സ് വിൽ ഇൻക്രീസ് കൺസംഷൻ വെൻ ഇൻകം ഇൻക്രീസസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആൾക്കാർ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. വേറസ് ഇൻകം കുറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺസംഷൻ ഓൾസോ ഡിക്രീസസ്. ദെൻ തേർഡ് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് കൺസംഷൻ പാറ്റേൺസ് ആർ ഡിറ്റർമൈൻ ഓട്ടോണമസ്ലി. അതായത് വേറൊരു നെക്സ്റ്റ് പേഴ്സൻ്റെയോ നെയ്ബറിൻ്റെയോ അല്ലെങ്കിൽ അതർ കൺസ്യൂമേഴ്സിന്റെ പാറ്റേൺ അനുസരിച്ചിട്ടല്ല കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു ഇപ്പം നിങ്ങളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം ആണ്. നിങ്ങളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി കൺസ്യൂമിങ് മോർ, ബട്ട് ഇൻ എ നോൺ പ്രൊപ്പോർഷണൽ മാനർ. കുറയുവാണെങ്കിൽ നിങ്ങൾ കൺസംഷൻ കുറയ്ക്കും. ബട്ട് നിങ്ങൾ വേറൊരു നിങ്ങളുടെ നെക്സ്റ്റ് വൺ അല്ലെങ്കിൽ നെക്സ്റ്റ് നെയ്ബറിന്റെ പാറ്റേൺ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കൺസംഷൻ അനുസരിച്ചിട്ടോ അല്ല നിങ്ങൾ കൺസംഷൻ ഡിസൈഡ് ചെയ്യണത്. അതാണ് ഓട്ടോണമസ്ലി എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൺസംഷൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് കൺസംഷൻ പാറ്റേൺസ് ആർ ഡിറ്റർമൈൻഡ് ഓട്ടോണമസ്ലി.
അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കെയ്ൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സൈമൺ കുസിനെറ്റ് അല്ലെങ്കിൽ സൈമൺ കുസിനെറ്റ് എന്നുള്ള ഇക്കോണമിസ്റ്റ് വന്നിട്ട് ഇതിനൊരു കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു കോൺട്രഡിക്ഷന്റെ ബേസ് ചെയ്തിട്ടാണ് കുസിനെറ്റ് പാരഡോക്സ് അല്ലെങ്കിൽ കൺസംഷൻ പസിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു സൈമൺ കുസിനെറ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ സൈമൺ കുസിനെറ്റ് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനാണ് പറഞ്ഞത്. നമ്മുടെ കെയ്ൻസ് എന്തായിരുന്നു ഷോർട്ട് റൺ കൺസംഷനാണ് പറഞ്ഞത്. കുസിനെറ്റ് വന്നിട്ട് ലോങ് റൺ ആസ്പെക്റ്റിൽ ഒരു ഐഡിയോളജിയാണ് അവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കുസിനെറ്റ് വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് he says that behavior of APC and MPC are not same for short run and long run. ലോങ് റണ്ണിലോട്ട് വരുമ്പോഴേക്കും APC and MPC യുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുവാണ്. APC and MPC ഷോർട്ട് റണ്ണിൽ എങ്ങനെ ബിഹേവ് ചെയ്തു അങ്ങനെയല്ല ലോങ് റണ്ണിൽ ബിഹേവ് ചെയ്യുന്നത്. APC റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലോങ് റണ്ണില് APC റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് APC the value of APC is equal to 0.8 എന്നുള്ള രീതിയിലായിട്ടാണ് കുസിനെറ്റ് ഹൈലൈറ്റ് ചെയ്യണത്. അതായത് ഹി കളക്റ്റഡ് ദി ടൈം സീരീസ് ഡാറ്റാസ് ഓഫ് 1889 to 1938 US ഡാറ്റ കളക്ട് ചെയ്തിട്ട് എംപിരിക്കലി ടെസ്റ്റ് ചെയ്തൊരു അനാലിസിസ് ആണ് കുസിനെറ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതായത് ഇൻ ഹിസ് സ്റ്റഡി ഹി സ്റ്റേറ്റഡ് ദാറ്റ് APC ലോങ് റണ്ണിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് അതിന്റെ വാല്യൂ വിൽ കംസ് ടു 0.08 ആയിട്ട് APCയുടെ വാല്യൂ വരുവാണ്. Therefore, APC and MPC is equal ആണ്. APC and MPC will be equal. അപ്പോൾ നേരത്തെ നമ്മുടെ കെയ്ൻസ് എന്താണ് പറഞ്ഞത് MPC കോൺസ്റ്റന്റ് ആയിരിക്കും APC ഫോളോ ചെയ്യും. പക്ഷേ ഈ സെയിം ഫംഗ്ഷനിൽ തന്നെ കുസിനെറ്റ് പറയുന്നത് APC and MPC will be equal and ഇത് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനും ആണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ആ കൺസംഷൻ ഫംഗ്ഷന്റെ ഒരു പാരഡോക്സിക്കൽ അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള രണ്ട് ഐഡിയോളജി വന്നപ്പോഴാണ് ഇവിടെ കുസിനെറ്റ് പാരഡോക്സ് അല്ലെങ്കിൽ കൺസംഷൻ പസിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനും ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനും ആയിട്ടുള്ള ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷനെയാണ് കുസിനെറ്റ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഡയഗ്രാമത്തിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതായത് നമ്മളുടെ CL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർവ് വിച്ച് is starting from ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന CL കർവ് ഡെമോൺസ്ട്രേറ്റ് ദി ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ബൈ കുസിനെറ്റ്. ഇതിനകത്ത് APC കോൺസ്റ്റന്റ് ആണ്. അതായത് MPCയും APCയും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. ദിസ് കർവ്സ് മെർജ് ടു ഇൻകം ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിനകത്ത് എന്തായിരുന്നു സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ ഇൻകം ലൈൻ ആയിരുന്നു. അപ്പൊ ഇവിടെ കൺസംഷൻ ഫംഗ്ഷൻ ഇസ് മെർജിങ് വിത്ത് ഇൻകം ലൈൻ. അപ്പോൾ അത് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ ആയിട്ട് CL എന്ന് പറഞ്ഞിട്ടുള്ള ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആയിട്ട് മാറുകയാണ്. ആൻഡ് ഇവിടെ കോൺസ്റ്റന്റ് APC ആണ്. അതേപോലെ തന്നെ ഇവിടെ ഓട്ടോണമസ് കൺസംഷൻ ഇല്ല. സോ ഇക്വേഷൻ വിൽ കംസ് ടു C is equal to BY ആയിട്ട് കൺസംഷൻ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുവാണ്. വേറസ് ACS എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളുടെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ് വിച്ച് വാസ് ഗിവൺ ബൈ കെയ്ൻസ്. കെയ്ൻസിന്റെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ് ACS എന്ന് പറഞ്ഞിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ് APC is falling and MPC is constant. അപ്പൊ ഈ രണ്ട് പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ കുസിനെറ്റ് പാരഡോക്സ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ കൺസംഷൻ പസിൽ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണത്. രണ്ട് പീരീഡിലെ കൺസംഷൻ ഫംഗ്ഷൻ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ സിറ്റുവേഷൻ. ഓക്കെ, ഇതാണ് കുസിനെറ്റ് പാരഡോക്സ്. അപ്പോൾ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ഫോക്കസസ് ഓൺ പ്രൊപ്പോർഷനാലിറ്റി ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. കൺസംഷൻ ഇൻകം തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനാലിറ്റി ആണ് ലോങ് റൺ കൺസംഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. വെറസ് കെയ്ൻസിന്റെ ഷോർട്ട് റൺ കൺസംഷൻ എന്താണ് നോൺ പ്രൊപ്പോർഷനാലിറ്റി ആയിരുന്നു. കൺസംഷൻ ആൻഡ് ഇൻകം തമ്മിലുള്ള ഒരു നോൺ പ്രൊപ്പോർഷനാലിറ്റി ആയിരുന്നു സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഇൻകം കർവ് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിനും പിന്നെ നമ്മളുടെ യൂഷ്വൽ ആയിട്ടുള്ള കൺസംഷൻ കർവ് സ്റ്റാർട്ടിങ് ഫ്രം പോയിന്റ് എയും ആയിരുന്നു. ലോങ് റണ്ണിലോട്ട് വന്നപ്പോഴേക്കും എന്താണ് അത് മേർജ് ചെയ്യുകയാണ്. ഇൻകം കർവ് ആയിട്ട് മേർജ് ചെയ്ത് ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആയിട്ട് മാറുകയാണ്. അതാണ് പ്രൊപ്പോർഷനാലിറ്റി ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. കെയ്ൻസിന്റെ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷനും കുസിനെറ്റിന്റെ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷനും ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ സിറ്റുവേഷൻ ആണ് ഇവിടെ കൺസംഷൻ പസിൽ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്
ആസ് യൂഷ്വൽ നമ്മൾ ഏതൊരു തിയറി സംസാരിക്കുവാണെങ്കിലും അതിനകത്ത് ഒബ്വിയസ്ലി ക്രിറ്റിസിസംസ് ഉണ്ടാവും. ആൻഡ് ഇവിടെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് മോർ ഓൺ ഇൻട്രോസ്പെക്ഷൻ ദാൻ ഓൺ ഫാക്ട്സ്. ഫാക്ട്സിനേക്കാളും കൂടുതലും എന്താ പറയുക ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടാണ് കെയ്ൻസിന്റെ തിയറിനെ പറ്റിയാണ്, കെയ്ൻസിന്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിന്റെ ക്രിറ്റിസിസമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫാക്ട്സിനേക്കാളും കൂടുതലും ഇൻട്രോസ്പെക്ഷൻ ബേസ് ചെയ്തിട്ടാണ് കെയ്ൻസ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തേക്കുന്നത്. ദെൻ നമുക്കറിയാം MPC സെക്കൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് MPCയുടെ വാല്യൂ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. MPCയുടെ വാല്യൂ ഓൾവേസ് ഫോൾസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, 0 and 1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 1 ആയിട്ടാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന്റെ വാല്യൂ ഉള്ളത്. ആൻഡ് MPC ഡിക്രീസസ് വിത്ത് ഇൻകം. ബട്ട് നമ്മളിപ്പോൾ തിയറിയിൽ സംസാരിച്ചപ്പോഴെന്താണ് ഇത് രണ്ടുമല്ല, MPC കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതും ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ ക്വിസ്നെറ്റിന്റെ സ്റ്റേറ്റ്മെന്റും, അതായത് MPC ഈക്വൽ ടു APC, ഇത് മൂന്നുമാണ് ക്രിറ്റിസിസം ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിന്റെ ക്രിറ്റിസിസം ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന 3 പോയിന്റ്. Then comes relative income hypothesis. Next hypothesis which is given by James S. Duesenberry. In 1949 അദ്ദേഹം കൊണ്ടുവന്ന ഒരു തിയറിയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. ഡ്യൂസംബറി ആണ് റിലേറ്റീവ് ഇൻകം, ആൾക്കാരുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, പേരും ഇയറും. ഡ്യൂസംബറി ഇൻ ദ ഇയർ 1949 പ്രൊപ്പൗണ്ട് ചെയ്ത ഒരു തിയറിയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. ആൻഡ് 2 ആസ്പെക്ട്സിലാണ് ദിസ് ഇസ് ഡിഫറെന്റ് ഫ്രം അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ്. ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് ഇൻകം ബിസൈഡ്സ് അബ്സല്യൂട്ട് ഇൻകം. മറ്റേതിനകത്ത് നമ്മൾ കെയ്ൻസിന്റെ തിയറി സംസാരിച്ചപ്പോഴേക്കും നമ്മൾ പറഞ്ഞു കറന്റ് കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ കറന്റ് ആൻഡ് അബ്സല്യൂട്ട് ഇൻകം എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്, കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ റിലേറ്റീവ് ഇൻകം. ഒരാളുടെ റിലേറ്റീവ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസംഷൻ ഡിസൈഡ് ചെയ്യുന്നത്. And according to relative income hypothesis, relationship between consumption and income are irreversible unlike absolute income. മറ്റേതിനകത്ത് എന്തായിരുന്നു, റിവേഴ്സിബിൾ ആയിരുന്നു. അതായത് ഇൻകം കുറയുവാണെങ്കിൽ കൺസംഷൻ കുറയും, ഇൻകം കൂടുവാണെങ്കിൽ കൺസംഷൻ കൂടുകയും ചെയ്യുമായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കുറയുമ്പോഴേക്കും കൺസംഷൻ അത്രത്തോളം കുറയുന്നില്ല, കൺസംഷൻ ആ ഒരു സെയിം സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴേക്കും കുറച്ചും കൂടി ക്ലിയർ ആവും. But just keep in mind that in relative income hypothesis, consumption and income are irreversible. And in relative income hypothesis, consumption depends upon relative income. ഇതാണ് 2 മെയിൻ പോയിന്റ്സ് ഓർത്തിരിക്കേണ്ടത്. ആൻഡ് നൗ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഡ്യൂസംബറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഹിസ് തിയറി അല്ലെങ്കിൽ ഇൻ ഡിസൈഡിങ് ഹൗ മച്ച് ടു സ്പെൻഡ് ഓർ സേവ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവരുടെ കറണ്ട് ഇൻകം മാത്രം നോക്കിയിട്ടല്ല ഹൗ ടു സ്പെൻഡ് അല്ലെങ്കിൽ ഹൗ ടു സേവ് എന്ന് ഡിസൈഡ് ചെയ്യണത്. ഹൗ ടു സ്പെൻഡ് ഓർ ഹൗ ടു സേവ് എന്ന് ഡിസൈഡ് ചെയ്യണത് ഒരു വ്യക്തിയുടെ കറണ്ട് ഇൻകം കൊണ്ട് മാത്രമല്ല. ഡിസൈഡ് ദാറ്റ് പാസ്റ്റ് സ്പെൻഡിങ് എത്രയായിരുന്നു, അതല്ലെങ്കിൽ നെയ്ബേഴ്സ് അല്ലെങ്കിൽ അതർ ഫെലോ ബീങ്സ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ അവരുടെ സേവിങ്സും സ്പെൻഡിങ്ങും എല്ലാം ഡിസൈഡ് ചെയ്യണത്. അതാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിന്റെ ഹൈലൈറ്റ്. ഓക്കെ, ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ. അതായത് പീപ്പിൾ ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ പാസ്റ്റ് സ്പെൻഡിങ് ഓർ വാട്ട് ദേ സോ അതേഴ്സ് സ്പെൻഡിങ്. കഴിഞ്ഞ ഇയറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇയേഴ്സിലൊക്കെ അവരെങ്ങനെയാണോ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, അതല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ളവർ എങ്ങനെയാണോ സ്പെൻഡ് ചെയ്യണത്, അതനുസരിച്ചിട്ടാണ് ഓരോ ഇൻഡിവിജ്വലും അവരുടെ കൺസംഷൻ ഡിസൈഡ് ചെയ്യണത്. അതാണ് റിലേറ്റീവ് ഇൻകത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഒരാളുടെ കറണ്ട് ഇൻകം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറണ്ട് ഇൻകം കൊണ്ട് മാത്രം, നിങ്ങളുടെ കറണ്ട് ഇൻകത്തിന്റെ ബേസ് ചെയ്ത് മാത്രമല്ല എന്തോരം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തോരം സേവ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യണത്. നിങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞൊരു പാസ്റ്റ് 5 years ആയിട്ട് എങ്ങനെയാണോ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സൊസൈറ്റി എങ്ങനെയാണോ സ്പെൻഡ് ചെയ്യുന്നത്, അത് നോക്കിയിട്ടാണ് നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ കൺസംഷൻ ഹാബിറ്റ് ഡിസൈഡ് ആവുന്നത്. ഓക്കെ, അതാണ് ഇത് ഈ ഒരു കോൺസെപ്റ്റിനകത്ത് ഡ്യൂസംബറി ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. ആൻഡ് ഫോർ ദിസ് ഹി ഹാസ് സ്റ്റേറ്റഡ് 2 ഇഫക്റ്റ്. 2 മെയിൻ ഇഫക്റ്റ് ആണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ അദ്ദേഹം പറയുന്നത്. One is demonstration effect and another one is ratchet effect. First one, demonstration effect.
ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റിനകത്ത് ആസ് എ നെയിം ഇൻഡിക്കേറ്റ് ആ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് households with relatively lower income and living in the community of higher income spend more proportion of income than the household with high income. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പുഷ് ഫാമിലി സറൗണ്ടിങ്സിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സും അല്ലെങ്കിൽ നിങ്ങളുടെ കൺസംഷൻ ഹാബിറ്റ്സും ആ ഒരു പുഷ് സൊസൈറ്റിയുടെ എന്താ പറയുക, ആ പുഷ് സൊസൈറ്റിയുടെ സിമിലർ ആയിട്ടായിരിക്കും നിങ്ങളും സ്പെൻഡ് ചെയ്യുന്നത്. അതായത് യു വിൽ ബി സ്പെൻഡിങ് മോർ ബിക്കോസ് യുവർ പീപ്പിൾ അറൗണ്ട്, നിങ്ങളുടെ ചുറ്റുമുള്ളവർ കൂടുതൽ സ്പെൻഡ് ചെയ്യണത് കണ്ടിട്ട് നിങ്ങളും കൂടുതൽ ഇൻകം സ്പെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിനകത്തുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ. അതായത് നിങ്ങൾ നെയ്ബേഴ്സിനെ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് താമസിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു കൊമോഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ഫേർണിച്ചർ ഉണ്ടെങ്കിൽ യു വിൽ ബി ട്രൈങ് ടു ഡെമോൺസ്ട്രേറ്റ് ദം. നിങ്ങളും അതേപോലത്തെ ഒരു ഐറ്റം അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഐറ്റം ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിന്റെ കോൺസെപ്റ്റിനകത്ത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് based on imitation, the theory was based on imitations, that is consumption habits of people will be influenced by people around them. അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കൺസംഷൻ ഹാബിറ്റ്സ് ആണ് ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ in this theory he gave the concept of demonstration effect, which means that if income increases then consumption also increases with respect to consumption pattern of others. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് അവിടെ എന്താണ്, കൺസംഷൻ പാറ്റേൺ ഓഫ് അതേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ സ്വന്തം ഡിസിഷൻ അല്ല, ബാക്കി ചുറ്റുമുള്ളവർ എന്താണോ കൺസ്യൂം ചെയ്യണത് അതിനനുസരിച്ച് നിങ്ങളുടെ കൺസംഷൻ പാറ്റേൺ ഡിഫേഴ്സ്. അതാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. Then the next effect is ratchet effect. This is also introduced by Dusenberry. According to ratchet effect, if income increases, consumption increases, keeping APC constant. Average propensity to consume constant ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഇൻകം കുറയുവാണെങ്കിൽ കൺസംഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മൾ അബ്സല്യൂട്ടിൽ എന്താ പറഞ്ഞത്, ഇൻകം കുറയുവാണെങ്കിൽ കൺസംഷൻ കുറയും എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ റിലേറ്റീവിൽ അങ്ങനെയാണ്. ഇൻകം കുറയുവാണെങ്കിൽ കൺസംഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, കൺസംഷൻ കുറയില്ല. കൺസംഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഗെറ്റ് അക്കസ്റ്റം ടു എ കൺസംഷൻ സ്റ്റാൻഡേർഡ്. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ എത്തി, ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് നമ്മൾ അച്ചീവ് ചെയ്തു. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് ആൾക്കാർ അതിൻ്റെ താഴത്തോട്ട് പോകാനായിട്ട് റെഡിയല്ല. ദേ ഗെറ്റ് അക്കസ്റ്റം ടു ദാറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അക്വയർ ചെയ്യാനായിട്ട് അവർ കൺസംഷൻ ഒരിക്കലും താഴത്തോട്ട് കുറയ്ക്കില്ല. ഈവൻ ദോ നിങ്ങളുടെ ഇൻകം കുറവാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് താഴത്തോട്ട് വരത്തില്ല. സോ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് താഴത്തോട്ട് വരാത്തത് കൊണ്ട് നിങ്ങളുടെ കൺസംഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇൻ റാച്ചറ്റ് ഇഫക്റ്റ്. ഇഫ് ഇൻകം ഡിക്രീസസ്, കൺസംഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്, ഫസ്റ്റ്ലി ബിക്കോസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആൻഡ് സെക്കൻഡ്ലി ബിക്കോസ് ഓഫ് accustomation to the standard of living. ഇതാണ് റാച്ചറ്റ് ഇഫക്റ്റിനകത്ത് ഡ്യൂസംബറി ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പോയിന്റ് കാരണമാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ഇറിവേഴ്സിബിൾ ആണെന്ന് പറയാൻ കാരണം. അതായത് ഇൻകം കുറയുന്നതനുസരിച്ച് കൺസംഷൻ കുറയുന്നില്ല, റിവേഴ്സ് ആവുന്നില്ല, കൺസംഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദാറ്റ്സ് വൈ ദ തിയറി ഈസ് irreversible. Then short-run aggregate consumption function of the community is linear because CY ratio does not change much due to demonstration effect even when income increases in the short run. Also with the fall in the CY ratio will not decline that much. നമ്മുടെ consumption income ratio അധികം reduce ചെയ്യുന്നില്ല. APC does not change. APC remaining constant ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ APC ഓൾമോസ്റ്റ് ആവറേജ് propensity to consume always constant ആയിരിക്കും ബിക്കോസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആൻഡ് റാച്ചറ്റ് ഇഫക്റ്റ് കാരണം ഇത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്റ്റേജിലായിരിക്കും APC നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ഒരു ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. അബ്സല്യൂട്ട് ഇൻകം പോലെ തന്നെ ഒരു JM കെയ്ൻസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ് ഡ്യൂസംബറിയൻ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്.
നമുക്ക് ഗ്രാഫ് നോക്കാം. ഗ്രാഫിനകത്ത് നമുക്ക് അറിയാം y ആക്സിസിൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, x ആക്സിസിൽ ഡിസ്പോസിബിൾ ഇൻകം ആൻഡ് y ആക്സിസിൽ കൺസംഷൻ ആണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. 45 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതാണ് y കർവ് അല്ലെങ്കിൽ ഇൻകം കർവ് എന്ന് പറയുന്നത്. 45 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് കൺസംഷൻ കർവ് c is equal to by. ഓട്ടോണമസ് കൺസംഷൻ ഇല്ല, നമ്മൾ c is equal to by കൺസംഷൻ കർവ് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, അസ്യൂം ദാറ്റ് നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് y0 ആണെന്ന് വിചാരിക്കാം. ഇൻകം ഈസ് y0 ആൻഡ് ആ ഇൻകത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺസംഷൻ ഈസ് കമ്മിങ് ടു c0. ആൻഡ് സഡൻലി ഇൻഡിവിജ്വലിന്റെ ഇൻകം കുറയുവാണ്. ഇൻഡിവിജ്വലിന്റെ ഇൻകം ഈസ് റെഡ്യൂസിങ് ടു y1 ആയിട്ട് ഇൻകം കുറയുവാണ്. ഓക്കെ, y1 ആയിട്ട് കുറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എന്താണ്, കൺസംഷൻ എന്ന് പറയുന്നത് c1 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഇൻ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് c1 ആയിട്ടല്ല നമ്മളുടെ കൺസംഷൻ കുറയുന്നത്. ഇൻകം കുറയണ അതേ പ്രൊപ്പോർഷനിൽ തന്നെ കൺസംഷൻ കുറയുന്നില്ല, നോൺ പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് c1 c-1 ആയിട്ടാണ് നമ്മളുടെ കൺസംഷൻ ഇവിടെ കുറയുന്നത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പോയിന്റ് ഇവിടം വരെയാണ്, ഇൻസ്റ്റെഡ് ഓഫ് ഇവിടം വരെ, അതായത് ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇത്രയും കുറയുന്നില്ല, ഈ ഒരു പോയിന്റ് വരെ, ഇവിടം വരെയും കുറയാണ്ട് കൺസംഷൻ റിമെയിൻസ് സ്റ്റിൽ ഈ ഒരു പോയിന്റ് വരെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ഡെമോൺസ്ട്രേഷണൽ റാറ്റ്ചെറ്റ് ഇഫക്റ്റ് കാരണമാണ് ആ ഒരു ഗ്യാപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് c1 വരെയും കുറയാണ്ട് c' വരെ കുറയുന്നുള്ളൂ. ഈ ഒരു ഹ്യൂജ് ഫോൾ ഇല്ലാണ്ട് ഇവിടം വരെ മാത്രമേ കൺസംഷൻ ഫോൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും y2 കുറയുകയാണെങ്കിൽ c2 കുറയാണ്ട് c-2 വരെ നമ്മളുടെ കൺസംഷൻ ഫോൾ ചെയ്യുന്നുള്ളൂ ഇൻകം കുറയുന്നതനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിന്റെ ഗ്രാഫിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇൻകം കുറയുവാണെങ്കിലും കൺസംഷൻ കുറയുന്നുണ്ട്, പക്ഷെ ആ ഒരു പ്രൊപ്പോർഷനിലല്ല. അവരുടെ ലീവിംഗ് ഓഫ് സ്റ്റാൻഡേർഡും ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും ഉള്ളതുണ്ട്. അതായത് റാറ്റ്ചെറ്റ് ഇഫക്റ്റും ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി കൺസംഷൻ അത്രത്തോളം കുറയുന്നില്ല. ഓക്കെ, ദെൻ ക്രിറ്റിസിസം ആയിട്ട് പറയുവാണെങ്കിൽ ലാർജ് ചേഞ്ചസ് ഇൻ ഇൻകം നോട്ട് ആപ്ലിക്കബിൾ ടു ലാർജ് ചേഞ്ചസ് ഇൻ ഇൻകം. അതായത് ചേഞ്ചസ് ഇൻ കൺസംഷൻ നോട്ട് പ്രൊപ്പോർഷണൽ ടു ലാർജ് ചേഞ്ചസ് ഇൻ ഇൻകം. അതായത് ലോങ് റണ്ണിലല്ല, ഷോർട്ട് റണ്ണിലെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ലാർജ് ഇൻകം ചേഞ്ച് വരുവാണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ ലോങ് റണ്ണിൽ ഈ ഒരു കൺസംഷൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല, അത് റിവേഴ്സിബിൾ ആയിരിക്കും. ലോങ് റണ്ണിൽ ആൾക്കാർക്ക് പീപ്പിൾ കനോട്ട് ഗോ ഓൺ ഡിസേവിങ്. എല്ലാ കാലവും ഡിസേവിങ്ങിലോട്ട് പോകത്തില്ല. ഭയങ്കര ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴേക്കും എന്താ പറയുക, റിവേഴ്സിബിൾ ആവും. ഇൻകം കുറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺസംഷൻ കുറയും. ലോങ് റണ്ണിൽ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇവിടെ എടുത്തേക്കുന്ന ഒരു പോർഷൻ. അതായത് ബേസിക്കലി ജസ്റ്റ് ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാം. കൺസംഷൻ ഫംഗ്ഷൻ, ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്, അത് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിനോട് തന്നെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കൺസംഷൻ പസിൽ അല്ലെങ്കിൽ ക്വിസ്നെറ്റ് പാരഡോക്സ് എന്ന് പറയുന്നത്. പല പേരിൽ പറയാം. കൺസംഷൻ പസിലിനായിരിക്കും ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ ക്വിസ്നെറ്റ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ രണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനും ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനും തമ്മിലുള്ളൊരു പാരഡോക്സിക്കൽ അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ സിറ്റുവേഷനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.